നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. എന്താണെന്നല്ലേ? ഇതൊരു അച്ചാറാണ്. നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്തൊരു സ്പെഷ്യൽ അച്ചാറാണേ. ഉണ്ടാക്കുന്ന രീതിയൊന്നും ഞാനിതിൽ പറയുന്നില്ല. നിങ്ങൾ എങ്ങനെയാണോ അച്ചാർ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഉണ്ടാക്കിയാൽ മതി. ഇനി ഇതെന്താണെന്ന് പറയാം. തണ്ണിമത്തൻ അച്ചാറാണേ. തണ്ണിമത്തൻ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. വത്തയ്ക്ക, പല പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ഞങ്ങൾ തണ്ണിമത്തൻ എന്നാണ് പറയുക. തണ്ണിമത്തൻ നമ്മൾ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ തൊലി കളഞ്ഞ് വൈറ്റ് പോർഷൻ മാത്രം ചെറിയ പീസായി കട്ട് ചെയ്ത് ഇതുപോലെ അച്ചാറിടാം. കുറച്ച് മുളക് പൊടി, ഉപ്പ്, കായംപൊടി ഇതെല്ലാം മിക്സ് ചെയ്ത് 2 ദിവസം വെച്ചതിന് ശേഷം അച്ചാറിടുക. പുളി കിട്ടുന്നതിനായിട്ടാണ് നമ്മൾ വിനീഗർ ഉപയോഗിക്കുന്നത്. അത് ചേർക്കാൻ മറക്കരുത്. എണ്ണയുടെ അളവും മുന്നിൽ നിൽക്കണം. എന്നാൽ കുറേ കാലം ഇത് കേടാവാതിരിക്കും. എല്ലാവരും ട്രൈ